എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗറിലാണ്. അതായത് അഹമ്മദ്നഗറിൻ്റെ പുതിയ പേര് അഹല്യാനഗർ എന്നാണ്. അപ്പോൾ നമ്മൾ കൊപ്പോളി ലോഡൊക്കെ ഇറക്കിയിട്ട് അഹമ്മദ്നഗർ വന്നാൽ സവാള ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോഡൊന്നും സെറ്റായിട്ടില്ല, ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുത്തേ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ലോറി ഓഫീസ് ആ കാണുന്ന അതിൻ്റെ മുകളിലത്തെ നിലയില്ല. അപ്പോൾ ഇവിടെ വേറെ കുറച്ച് കേരള വണ്ടിക്കാരൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാൻ വരെ. അപ്പോൾ അതെ, ഇവർ ലോഡായ വണ്ടിക്ക് ലോഡായി. എങ്ങോട്ടാ? ലോഡ് അരീക്കോട്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പം എന്നാ പേരെങ്ങനെ? ഉബൈദ്, റഷീദ്. ആ, എവിടെ വീട്? മഞ്ചേരി, മലപ്പുറം മഞ്ചേരി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ അടുത്ത് തന്നെയാണ് ലോഡായിരിക്കുന്നത്? വീടിൻ്റെ അടുത്ത് തന്നെ. എന്ന് വന്നാ? നമ്മൾ വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. ഇന്നാ ലോഡായത്? അതെ, ഇന്ന് ലോഡായി. ഞായറാഴ്ച ആയിരുന്നു. ലോഡ് കയറ്റാൻ പോവാ അല്ലേ? കയറ്റം പോവാ. അപ്പോൾ ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ, കാണാം, വൈകുന്നേരം കാണാം. അതെ, വഴിക്കുന്ന കാണാം. ഞങ്ങൾ ഇവിടെ ഇതുവരെ ആയില്ല, ഞങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എത്തിയുള്ളൂ അല്ലേ? ഇപ്പോൾ വന്നുള്ളൂ. അതെ, ഇത് വേറൊരു കേരള വണ്ടിയാണ്, ചെറുവണ്ടിയാണ്. ഇത് സവാളയല്ല, വേറെ എന്തോ ലോഡാ. ഓക്കെ, ഇവിടെ ഇവിടെ ഇത് നമ്മുടെ ഈ ലോറി ഓഫീസിലെ പാർക്കിങ്ങാണ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇത് തമിഴ്നാട് വണ്ടികളാണ്. അപ്പോൾ അതെ, നമ്മുടെ നാട്ടുകാർ മലയാളികൾ 2 പേരുണ്ട്. നിങ്ങളുടെ വീട് എവിടെ? തൊടുപുഴ. അപ്പോൾ നമ്മുടെ അയൽവാസികളാണ്. പേരന് ഗിരീഷ്. എവിടെ വീട്? വണ്ണപ്പുറം. 2 പേരും തൊടുപുഴക്കാരാണ്. ചോറ്, പയറ് കറി, ഉണക്കമീൻ വറുത്തത്, മുളക് ചാലിച്ചത്, അച്ചാറ്. അപ്പം ഞങ്ങൾ പിന്നെ ചോറ് വെച്ചില്ല, ചോറ് വെക്കാം. ഇപ്പോൾ കഴിക്കാൻ ഇതേ അവർ പോകാന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, ചോറും കറിയൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ലൈലൻഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വെച്ച് കുക്ക് ചെയ്യാമല്ലോ, അങ്ങനത്തെ സൗകര്യം. നല്ല സൗകര്യം. ഞങ്ങക്ക് വെക്കണമെങ്കിൽ നല്ല നേരം നോക്കണം. എന്നാ വെച്ചാൽ മഴ ഉണ്ടാകരുത്, വെയില് പൊടി ചെയ്യാതെ. വെള്ളം ഇരിപ്പുണ്ട്. ലൈലൻഡ് വണ്ടിയിലെ അടുക്കള ഇതാണ്. അത് നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പണ്ടൊരെണ്ണം എടുത്തിട്ടുണ്ട്. ലൈലൻഡ് നമ്മൾ അധികം പോയിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, AC ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്. പണ്ടത്തെ പോലെ ഇനിയിപ്പം ഈ 2 കാര്യമുണ്ട്. AC ഇല്ലാത്തതുകൊണ്ട് പോകത്തില്ലെന്നല്ല, അല്ല, അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? AC ഇല്ലാത്ത വണ്ടി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ടല്ലേ, എഞ്ചിൻ സൗണ്ടും എല്ലാം അകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ അതിനൊരു സൗണ്ട് ക്ലിയർ കിട്ടത്തില്ല. അതേസമയം AC ഉള്ള വണ്ടിയിലാണെങ്കിൽ ഗ്ലാസ് പൊക്കിയിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. കാറ്റ് ഓട്ടത്തില് സൗണ്ട് നമുക്ക് വോയിസ് ആണല്ലോ നല്ലത് വേണ്ടേ, അങ്ങനത്തെ പ്രശ്നം. അതെ, അല്ല, ഇതേലായിരുന്നല്ലോ നമ്മുടെ പരിപാടി മൊത്തം നേരത്തെ. ഇപ്പോഴല്ലേ ഭാരതൻസ് വന്ന്. അപ്പോൾ ഇത് ഇവിടെ കുറേ കേരള വണ്ടികളുണ്ട്. ഇതിൻ്റെ എല്ലാം ഡ്രൈവർമാരത്. ചേട്ടൻ്റെ വീട് എവിടെ? ചേട്ടാ പെരുമ്പാവൂർ കേഴില്ല. പേര്? ഹരിദാസ്. പ്രകാശ്. രാജാക്കാട്. ഏതാ വണ്ടി? അതാ വണ്ടി തോന്നുന്നല്ലേ? സുമ. നമ്മളെ റോബിൻ. എവിടെ? കോതമംഗലം. അത് ശരി. എന്ന് വന്നു ഇതാ വണ്ടി? ഈ വണ്ടി അല്ലേ? അപ്പം പിന്നെ കൂടുതലാരാ? പുള്ളിക്ക് ഇറങ്ങി വരാൻ ചെറുതാണോ, അതുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പൊ ഇത് വാ, ഇങ്ങോട്ട് വാ. എല്ലാരും മാറി നിൽക്കാതെ, നാണിക്കൊന്നും വേണ്ട. അതെ, എവിടെ? കണ്ണൂര്. ആ വണ്ടിയാ? സുമ. പേര്? ലിജോ. രാമപുരം. പേര് ജെയിൻ. ബാലു. മാലുമേ തും റുക്കോ ബാദ് മേ. ഇത്രയും പെട്ടെന്ന് ഇത്രയും വണ്ടിക്കാരെ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഓർത്തല്ല. ഞങ്ങളോർത്ത് വണ്ടി ഈയിടെ എല്ലാം വണ്ടി ടൈറ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് വണ്ടികളൊന്നും കാണുകയെന്ന് ഓർത്തു. ഇവനോട് എപ്പോ ചോദിച്ചാലും വണ്ടിയില്ല, പോരാനേ പറയുള്ളൂ. ഞാൻ ഇന്നലെ വന്നാ, എനിക്ക് ലോഡായി. അല്ലേ? അപ്പൊ ഈ വണ്ടികൾ ഇങ്ങനെ വരുന്ന അനുസരിച്ചിട്ടാണ് ആദ്യം വരുന്നവർക്ക് ലോഡ്. പിന്നെ ഇവരൊക്കെ എടുക്കാത്ത വല്ല ലോഡും ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന വണ്ടിക്ക് അല്ല, എല്ലാ ലോഡും എടുക്കും. ആണോ? ഇവിടെ അതേപോലെ തന്നെ ഇവരെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കേട്ടോ, വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും. എല്ലാവരും കാണുന്ന ആൾക്കാരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. പിന്നെ ഞങ്ങളെ തൊടുപുഴയല്ലേ? അതെ, തൊട്ടടുത്തല്ലേ? എല്ലാരും അടുത്തടുത്ത്. അതെ, 2 പേരോട് ഉണ്ടായിരുന്നു. എന്റെ പേരെന്നെ? അജേഷ്. എവിടെ വീട്? ഇടുക്കി അടിമാലിയിൽ. അത് ഈ വണ്ടി അല്ലേ? ഈ വണ്ടി. കൂടെയുള്ള ആള് കരിമ്പൻ. ചിലർക്ക് നാണോ, അപ്പം മിക്ക വണ്ടിയിലും ഓരോരുത്തർ കിടപ്പുണ്ട്. എല്ലാവരും അതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നാണം ഉള്ളവർ ഇറങ്ങി വരുന്നില്ല. ഇതിലും ഒരാളോട് ഉണ്ട്.
നിങ്ങൾ ലോഡായോ? ലോഡ് ആയില്ല, ഇന്നലെ രാത്രിയാ വന്നേ. ആ അപ്പൊ ഇന്ന് ലോഡ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. അപ്പോഴേ നമുക്ക് ലോറി ഓഫീസിൽ ഒന്ന് കയറി ലോഡ് വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കാം, പിന്നെ അവരെ ഒന്ന് പരിചയപ്പെടാം. അതെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം അതെ പ്രേക്ഷകർക്ക്. അതെ വാ. അപ്പോൾ നമ്മൾ ഇവിടെ നഗറിൽ വരുമ്പം കൂടുതലും ഈ ഓഫീസിൽ നിന്ന് നമ്മൾ ലോഡ് എടുക്കുന്നത്. അതിൻ്റെ 2 ചേട്ടന്മാരിപ്പുണ്ട്. ഇത് ഞങ്ങളെപ്പോലെ തന്നെയാണ്. ഇത് അനിയൻ, അത് ചേട്ടൻ ബാലു. അതെ, ഇത് മയൂർ. അപ്പോൾ ഇത് ചേട്ടനും അത് അനിയനും. ഇവർ രണ്ടുകൂടാണ്. ഇവർ കുറച്ച് നാളായുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷേ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ലോഡൊക്കെ കയറ്റുന്നുണ്ട്. അവിടെ നല്ല സെറ്റപ്പൊക്കെ ആയി. അതെ, കുറച്ച് നാളല്ല, കുറേ നാളായി. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറേ നാളായി. കിतना साल हो गया ऑफिस चालू करके? 10 साल हो गया ऑफिस। 10 साल होगा. हाँ 10 വർഷം എന്നെ പെട്ടെന്ന് പോയ പോലെ തോന്നുന്നു. 10 ईयर हो गए। हाँ हाँ अभी कैसे गाड़ी? गाड़ी अच्छा है, बिजनेस अच्छा है। हाँ सवाड़ का वाड़का ज़्यादा है। हाँ അപ്പം സാധാരണ ലോറിക്ക് വാടക കൂടുന്നത് 360 ദിവസം ഉണ്ടെങ്കിൽ ഒരു 300-350 ദിവസവും വാടക കുറഞ്ഞായിരിക്കും കൂടുന്നത്. 15 ദിവസമോ 20 ദിവസമോ ഒരു മാസമോ മാക്സിമം കൂടുതൽ വാടകയുള്ള സമയമാണ്. अभी वाड़का ज़्यादा है, अभी 2-3 महीना वाड़का ज़्यादा रहेगा, अभी कम नहीं आएगा वाड़का। क्यों? वाड़का फुल रहेगा, अभी सीजन चालू हो गया ना। हाँ അപ്പം ഇച്ചിരി സീസൺ ആകുമ്പോൾ കൂടുതൽ ലോഡ് പോകും, അന്നേരം വാടക ഇച്ചിരി കൂടും. അങ്ങനെ ठीक है, मेरे को एक लोड दे दो. अभी जाएगा लोडिंग को हाँ। कोटाकर। അപ്പം ഇനി നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി പോവാം. അതെ, കുറച്ച് വണ്ടികളൊക്കെ ലോഡ് കയറ്റാൻ പോയി, പിന്നെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കുളിക്കാനും തുണി കഴുകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാവരും കുളിയും തന്നെയൊക്കെയാണ് അവിടെ. എന്നാ പറയാ, നമുക്ക് സമയമില്ല, എല്ലാവരും കുളിച്ചിട്ട് പോയായിരുന്നു. ഞാൻ പിന്നെ പോയേക്കാം. അപ്പോഴേ മുമ്പേ ഉണ്ടായിരുന്നവരെല്ലാം കുറച്ച് പേര് ലോഡ് കയറ്റാൻ പോയി, കുറച്ച് പേരൊക്കെ ഓരോ വഴിക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ പോയി. ഇപ്പോൾ ഇവർ 2-3 പേരേ ഉള്ളൂ. അപ്പോൾ ചേട്ടാ ഞങ്ങൾ പോയേക്കാം, ഞങ്ങൾക്കൊരു ലോഡായിട്ടുണ്ട്. നിങ്ങളൊക്കെ തഴിഞ്ഞിട്ട് ഒരു ലോഡ് എടുക്കാൻ പോവാം. ആർക്കും വേണ്ടാത്തൊരു ലോഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ എടുക്കാൻ പോവാ. ഒരു 50 കിലോമീറ്റർ പോയി കയറണം. എരുമേലി 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 നമ്മുടെ മണിക്കൂട്ടന്റെ ഒക്കെ അയലാക്കവാ. എന്നിട്ടാണ് മിണ്ടായിരുന്നത് മുമ്പേ. മണിക്കൂട്ടന്റെ അയൽവക്കുവാ. നിങ്ങൾ പോവാണോ അതോ? ആണല്ലേ, ശരി ശരി. ആ ഒരു 50 കിലോമീറ്റർ പോയിട്ട് എന്നാ അപ്പൊ കണ്ടേ സന്തോഷം. മണിക്കൂട്ടിനോട് പറഞ്ഞാൽ പറഞ്ഞേക്കാം ആയിക്കോട്ടെ. ഓക്കെ എന്നാൽ നമുക്ക് ഇനി നേരെ ഗോഡേഗാവ് മാർക്കറ്റിലേക്ക് പോയേക്കാം. ഇതും അതേപോലെ തന്നെ വേറൊരു ലോറി ഓഫീസാണ്. ഇത് മൊത്തം ആന്ധ്ര വണ്ടികളും തമിഴ്നാട് വണ്ടികളുമാണ്. അപ്പോൾ ഓരോ സൈഡിലേക്ക് ഈ ട്രാൻസ്പോർട്ടുകാർ എങ്ങനെയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലോട്ട് കയറ്റുന്നവർ തമിഴ്നാട് തന്നെ കയറ്റും, കേരളയിലോട്ട് കയറ്റുന്നവർ കേരള ലോഡുകളിൽ മാത്രമേ കേരള വണ്ടികൾ മാത്രം കയറ്റും. അങ്ങനെ പിന്നെ ചില ഓഫീസുകളിലുണ്ട്, എല്ലാ സൈഡിലേക്കും കയറ്റുന്ന ഓഫീസുകളും ഉണ്ട്. അതെ, ആ ഈ അതായത് GPS ഒക്കെ വന്നു കഴിഞ്ഞപ്പം ജോലി നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. GPS പിന്നെ തന്നെയല്ല, മൊബൈല് വന്നപ്പോഴും പിന്നെ ആൻഡ്രോയിഡ് ഫോൺ വന്നപ്പോഴും ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതെ അതെ അതെ, ഈ ഫീൽഡിൽ ലോറി ഫീൽഡിൽ അത് ആരാന്ന് ചോദിച്ചാൽ ഒന്ന് ലോക്കൽ ഡ്രൈവർമാര്, പിന്നെ ഗൈഡുമാര്. അതെ, ഈ നമുക്ക് ലോഡ് കയറ്റാൻ പോകേണ്ടതേ ഗോഡേഗാവ് മാർക്കറ്റിൽ നിന്നാണ്. അതെ, കോട്ടക്കലിലേക്ക്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണും വാട്സപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാടുമില്ല ഒരു സ്ഥലത്ത് ലോഡ് കയറ്റാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ പാർട്ടിയുടെ ഫോൺ നമ്പർ തരും. പാർട്ടി അന്നേരം തന്നെ ലൊക്കേഷൻ അയച്ചു തരും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പിള്ളേരെ വിളിച്ചാൽ മതി, പറഞ്ഞും തരും. അപ്പോൾ അതുകൊണ്ട് ഗൈഡുമാരുടെ ഒരു തൊഴിൽ തന്നെ ഇല്ലാതായി. ലോഡ് കയറ്റാൻ പോകാനും ഇറക്കാൻ പോകാനും. അതെ, അല്ലെങ്കിൽ ലോഡ് ഇറക്കാനും കയറ്റാനും ഒക്കെ ഇതുപോലെ ലോറി ഓഫീസിൽ വന്നിട്ട് അവിടുന്ന് ഗൈഡ് വരും. ഗൈഡ് വന്ന് നമ്മളെ കൊണ്ട് ലോഡ് ഇറക്കി വെച്ച് തിരിച്ചു കൊണ്ടുവരും ഓഫീസ് വരെ. പണ്ടൊക്കെ അവർക്ക് 300 രൂപയും 200 രൂപയും 500 രൂപയും അതൊക്കെ ഓരോ സമയത്തിൻ്റെയൊക്കെ അനുസരിച്ചാണ് പൈസ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ഡ്രൈവർമാരുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ. ബോംബെയിലുണ്ടായിരുന്നു, പൂനെയിലുണ്ടായിരുന്നു, മിക്ക സ്ഥലങ്ങളിലും കാണും ലോക്കൽ ഡ്രൈവർമാർ. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞല്ലോ, ഈ വെളിവണ്ടി അന്യസംസ്ഥാന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവിടുത്തെ അല്ലാതെ അന്യസംസ്ഥാനങ്ങളിലെ വണ്ടികൾക്ക് അതിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പോലീസുകാരുടെ ശല്യം, കള്ളന്മാരുടെ ശല്യം, ഗുണ്ടകളുടെ ശല്യം, പിന്നെ നാട്ടുകാരുടെ ശല്യം, അവിടുത്തെ തന്നെ ലോക്കൽ വണ്ടിക്കാരുടെ ശല്യം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബോംബെക്കൊക്കെ ലോഡ് ഇറക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ലോക്കൽ ഡ്രൈവർ നമ്മൾ കൊണ്ടുപോയി ഇതിപ്പോൾ ലോറി ഓഫീസിൽ കൊണ്ട് വണ്ടി കൊടുക്കും. അപ്പോൾ അവിടുന്ന് ലോക്കൽ ഡ്രൈവർ കൊണ്ട് ലോഡ് ഇറക്കിയേച്ച് വരും. അപ്പോൾ ഒരാൾ കൂടെ പോയാൽ മതി, ഒരു ഡ്രൈവർക്ക് അവിടെ വിശ്രമിക്കാം. പക്ഷെ ഞാനൊന്നും ഒരു കാലത്തും ലോക്കൽ ഡ്രൈവറെ വെച്ച് വണ്ടിയിൽ ലോഡ് ഇറക്കിയിട്ടില്ല കേട്ടോ, ഇതറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ. അതുപോലെ ടൗണിൽ ഓടിക്കാൻ ധൈര്യമുള്ളവർ ഒരു ഗൈഡിനെ വിളിച്ചുകൊണ്ട് പോരും. പിന്നെ കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയാത്ത ഡ്രൈവർമാർ എന്ത് ചെയ്യും, ലോക്കൽ ഡ്രൈവറെ പറഞ്ഞു വിടും ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനും അങ്ങനെ തന്നെ. ഇപ്പം
ഗൈഡുമാർ ചിലയിടത്തൊക്കെ ഉണ്ട്, വളരെ കുറവാണ്. നമ്മൾ ഇന്നലെ നാഗാലാൻഡിൽ ലോഡ് കയറ്റാൻ പോയപ്പം ഒരു ഗൈഡിനെ കൂട്ടിയല്ലേ പോയത്. എന്ന് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ലോക്കൽ ഡ്രൈവർമാർ തീരെ ഇല്ല. വേറെ ഒന്നും കണ്ടല്ല, ഇപ്പം എല്ലാവരും തന്നെ പോവും. അതുകൊണ്ട് പിന്നെ ഇവർക്ക് പണിയില്ല. അതുകൊണ്ട് അങ്ങനെ ആ ഒരു തൊഴിൽ തന്നെ ഇല്ലാതായി. അതുകൊണ്ട് പിന്നെ ഒരു ഗുണമുണ്ട്, എന്താണെന്നറിയോ, പെട്ടെന്ന് നമുക്ക് ഇപ്പം രാത്രി വരുന്ന വണ്ടിയാണെങ്കിൽ അല്ല, രാത്രി നമ്മൾ ഓഫീസിൽ കിടന്ന് ഗൈഡ് വരാൻ നോക്കി നിൽക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിക്ക് ഏതൊരു സമയത്ത് ഈ ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് തന്നെ കയറി ചെല്ലാം. അങ്ങനൊരു ഗുണമുണ്ട്. ഇത് പൂന ഔറംഗാബാദ് റോഡാണ്. റൈറ്റിലേക്ക് പോയാൽ പൂന, ലെഫ്റ്റിലേക്ക് ഔറംഗാബാദ്. അപ്പം മുമ്പേ നമ്മളവിടെ ബൈപ്പാസ് കണ്ടില്ലേ, ആ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞല്ലേ പോയി, അവിടെ നേരെ കയറി വരുന്ന വഴിയായത്. ഇത് പഴയ റോഡാണ്. ഇപ്പോൾ അതിന് ബൈപ്പാസ് ഉണ്ട് നഗറിന്. ഇപ്പോൾ ഇവിടെ ഇതിലെ ട്രക്ക് പോകാൻ കുഴപ്പമില്ലെന്നാണ് അവർ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമുക്ക് ലോഡ് കയറ്റേണ്ട മാർക്കറ്റ്. ഇപ്പം നമ്മളവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം വരുന്ന നമ്പർ അനുസരിച്ചാണ് വണ്ടികൾ ലോഡ് എടുക്കുന്നതെന്ന്. ഇപ്പോൾ പറയുകയാണെങ്കിൽ അവിടെ 4-5 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം അവർക്ക് കുറച്ച് ആൾക്കാർക്ക് എറണാകുളം സൈഡിലേക്കുള്ള ലോഡേ അവരെടുക്കുകയുള്ളൂ. പിന്നെ കുറച്ച് പേര് ഇവിടെ അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് കയറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരാരും പോകാത്തത്. പിന്നെ നമ്മൾ ഈ 50 കിലോമീറ്റർ പോയിട്ടാണേലും ലോഡ് കയറ്റാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പെട്ടെന്ന് നാട്ടിലെത്താമല്ലോ. ഒന്നാമത് ഈ വണ്ടിയുടെ എല്ലാം പരിപാടി ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് ഇവിടെ ഒരു ദിവസം മുന്നേ നാട്ടിലെത്തിയാൽ അത്രയും നല്ലത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കോട്ടയം സൈഡൊട്ട് ലോഡ് കിട്ടിയില്ല. ഇതിപ്പോൾ കോട്ടയ്ക്കലിലാണ് നമ്മൾ ലോഡ് കയറ്റുന്നത്. ഇത് അഹമ്മദ്നഗർ സിറ്റിയാണ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഔറംഗാബാദിന് വരുമായിരുന്നു, ഈ വഴി കൂടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഔറംഗാബാദ് 115 കിലോമീറ്റർ, ഷിർഡി 86, സോലാപൂർ 264, നാഗ്പൂർ 605. അതായത് ഈ അഹമ്മദ്നഗർ ഉണ്ടല്ലോ, പൂനെയുടെയും ഔറംഗാബാദിൻ്റെയും കറക്റ്റ് സെൻട്രലുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോയാലും 110 കിലോമീറ്റർ, ഇങ്ങോട്ട് പോയാലും 110, 220 കിലോമീറ്ററാണ് പൂനെ ഔറംഗാബാദ് ദൂരം. അപ്പോൾ ഇതിൻ്റെ 2 സെൻട്രലുള്ള സ്ഥലമാണ് അഹില്യാനഗർ അല്ലെങ്കിൽ അഹമ്മദ്നഗർ. ഈ പുതിയ പേരെല്ലാം പറയാൻ മറന്നു പോവും, ഓർക്കത്തുമില്ല. അതുമല്ല, പഴയതാണ് ഇച്ചിരി നല്ലത്. ഇപ്പം മറ്റേ ഔറംഗാബാദിൻ്റെ സ്ഥലം പേര് മാറി, ഛത്രപതി ശിവാജി നഗർ. അതും പേര് മാറിയല്ല. ഛത്രപതി ശിവാജി നഗർ അല്ല, ഛത്രപതി സംഭാജി നഗർ എന്നാക്കി പഴയ ഔറംഗാബാദിനെ. ഇതുണ്ടോ, ഇത് വലിയൊരു എലിവേറ്റഡ് ഹൈവേ ആ. ടൗൺ മൊത്തം ഇതിനടിയിലാണ്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന ഈ പാലമൊക്കെ. പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്തൊന്നും ആയിരിക്കില്ല, കുറേ കാലമായി കാണും. താഴെ കൂടെ ഒക്കെ വണ്ടി പോകുന്നത് കണ്ടോ, ചെറിയൊരു പേരാൽ നിൽക്കുന്നുണ്ടോ, എത്ര വർഷം പഴക്കം ഉണ്ടാവും. നല്ലതാണല്ലേ. അതെ, അതിൽ ഇപ്പറ ഒരു പുളിയും നിൽപ്പുണ്ട്. അല്ലല്ലേ, മഹാരാഷ്ട്ര ഇഷ്ടംപോലെ പേരാലുണ്ട്, ഇതുപോലെ വലിയ മരങ്ങളുണ്ട്. റോഡ് പണിയാൻ നേരമൊക്കെ ഇതെല്ലാം വെട്ടിക്കളയും, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത്. എന്നെ തിരക്കാൻ നോക്കി, ഇത്ര നേരം വണ്ടിയില്ലായിരുന്നു. ആ ഒരു സിഗ്നൽ അവിടെ ബ്ലോക്ക് ആയപ്പോഴത്തേക്കും, പണ്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇതിലെയൊക്കെ ഈ പൂനെ ഔറംഗാബാദ് ഓടുന്ന സമയത്തേ, അന്നൊക്കെ ഈ തമിഴ്നാട് വണ്ടിയും കേരള വണ്ടിയും ഒക്കെ കണ്ട ഭയങ്കര ശല്യമാണ്. എല്ലാവരും, കള്ളന്മാരും ഗുണ്ടകളും പോലീസുകാരും. ഇവിടെയൊക്കെ തമിഴ്നാട് വണ്ടി വരുമ്പോൾ കാണാം, വഴിയിലൊക്കെ ഇങ്ങനെയെന്ന് വെച്ചാൽ പിരിവാ ഭയങ്കര. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് സ്വർഗമാണ്. അതിൻ്റെ 10-1 പോലും ബുദ്ധിമുട്ടില്ല, പിരിവുകളും കുറഞ്ഞു. തമിഴ്നാട് വണ്ടിക്കാരോടായിരുന്നു ഏറ്റവും ശല്യം. അയ്യോ, ഞങ്ങളിതിലെ പോകുമ്പോൾ കാണാം, ഇതിലേക്ക് ഇങ്ങനെ വന്ന് വണ്ടികൾ പോകുന്ന കാണാം. എന്നാൽ ഈ വലിയ വഴിയൊന്നും ഇല്ലല്ലോ, ചെറിയ വഴിയല്ലേ, അപ്പം വണ്ടികളെല്ലാം പതുക്കെയാണ് പോകുന്നത്. അന്നേരം വഴി നിന്ന് വടിയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, പൈസ പിരിക്കാൻ വേണ്ടി. പൈസ കൊടുത്തില്ല, ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് എന്ന് വേണ്ട, എന്നൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ ഗവൺമെന്റ് ഓഫീസാണ്, എന്നാ സംഭവം അറിയത്തില്ല. നല്ല സമരമായിരുന്നോ അല്ലേ? സമരം എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ സംഭവമാ? അതെ, എന്തോ ഒരു കാര്യാലയം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, വായിക്കാനും പറ്റിയില്ല. ഒരാളുണ്ടല്ലോ, ഒരു കറുത്ത ഡ്രസ് ഇട്ട ഒരാള് അല്ല, ആ പുള്ളിയാണ് നേതാവ്. കറുത്ത ഡ്രസ്സും മഞ്ഞ തൊപ്പിയും. അതിനകത്ത് ഒരാളുണ്ട്, കറുത്ത ഡ്രസ് ഇട്ട ഒരാളുണ്ട്, പുള്ളിയാന്ന് തോന്നുന്നു നേതാവ്. മഞ്ഞത്തൊപ്പിയും മഞ്ഞക്കൊടിയും, നീലയുണ്ട്, നീലക്കൊടിയുണ്ട്, നീല ഷാളും ഉണ്ട്. അതുണ്ടോ? അവിടുന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. അവിടെ കണ്ട പരിപാടി നടന്നെന്ന് തോന്നുന്നു. ഇത് മറ്റേ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരാ. ജാൽന 180 കിലോമീറ്റർ. ഇതിലേ പൂനെക്കും കല്യാണമൊക്കെ പോകാം. കല്യാണം നേരെ നാസിക് റോഡിലോട്ട് കയറിയിട്ട് പോകുന്ന ഒരു വഴിയാണ്. കണ്ടോ, ഇവിടെ അല്ലാതെ പഴയ വണ്ടികൾ പൊളിക്കുന്ന സ്ഥലമാണ്.
എഞ്ചിൻ എത്രയാണോ ഇരിക്കുന്നതെന്ന് നോക്കി. അതെ. ചേട്ടാ ആ വണ്ടിയെ കയറ്റി വെച്ചേക്കുന്ന ലോഡ് കണ്ടു. ആ ചോളമാണെന്ന് തോന്നുന്നു. ചോളോ. പുതിയ ട്രാക്ടർ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. മഹേന്ദ്രയുടെ ഒക്കെ പുതിയ മോഡലൊക്കെ ആയല്ലോ, പഴയ ആ ഷേപ്പൊക്കെ മാറിയല്ലോ. ഇതുണ്ടോ കരിമ്പിന്റെ വേസ്റ്റ് എല്ലാം കൂടെ കട്ട് ചെയ്ത് കമ്പനിയിലേക്ക് കൊണ്ടുവന്ന. കമ്പനിയിലേക്കായിരിക്കില്ല, മിക്കവാറും കാലിത്തീറ്റയ്ക്കൊക്കെ ആയിരിക്കും. പഞ്ചസാര ഫാക്ടറിയിലേക്കായിരിക്കും. അല്ല അവിടെ അത് ആയിരിക്കും കരിമ്പ് കൊണ്ടുപോയിട്ടുള്ള അതിന്റെ വേസ്റ്റ് അല്ലേ. എങ്ങോട്ടാന്ന് അറിയത്തില്ല കേട്ടോ. അതെ. നോക്കി ആട്ടും കുഞ്ഞുങ്ങള്, ഇതാദ്യം കാണാം ഇത്രയും കുഞ്ഞുങ്ങളെ. എല്ലാം കുഞ്ഞുങ്ങള് ചെമ്മരിയാട് കേട്ടോ. അതെ ഇതേപോലെ തന്നെ ഇതേ കുതിര. ഇവര് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോന്നതാ. ഈ ഇതിനായിട്ട് കൊണ്ട് കൃഷി സ്ഥലത്തേക്കൊക്കെ പോന്നതാ. രാജസ്ഥാൻകാരാണ് തോന്നുന്നു ഇവര്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഓരോ സ്ഥലത്തും അതർ സ്റ്റേറ്റ് വണ്ടി കാണുമ്പോൾ ഉള്ള അവിടുത്തെ ആൾക്കാരുടെ സമീപനം. ഇപ്പം തന്നെ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം റൈറ്റ് സൈഡിൽ കൂടെ പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്നിട്ട് ആ ബൈക്കുകാരൻ ഇട സൈഡിൽ കൂടെ കയറി വന്നു. എന്നിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കണ്ടോ ചോദിച്ചാൽ കണ്ടോ കൈ കാണിച്ച് ഇങ്ങനെ. ഇപ്പം പണ്ടത്തെ ഇത് വെച്ചിട്ടാണെങ്കിൽ വണ്ടി അവിടെ തടഞ്ഞു നിർത്തും, എന്നാൽ ഡ്രൈവർക്കിട്ട് അടി കൊടുക്കും, ഇല്ലെങ്കിൽ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കും. ഇതൊക്കെയാണ് ആൾക്കാരുടെ സമീപനം. ഇത് കരിമ്പ് കട്ട് ചെയ്തതാ. ഇത് ഷുഗർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന തന്നെ ആയിരിക്കും കേട്ടോ. ഇത് ഈ പൂനെ ഔറംഗാബാദ് റൂട്ടിലെ ഒരു നല്ലൊരു ഘാട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതൊന്നുമല്ല, ചെറിയൊരു ഘാട്ട്. ഘാട്ടെല്ലാം കുറേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ. ഈ ഘാട്ട് ഇറങ്ങി ചെല്ലുന്നിടത്തായിരുന്നു ഞങ്ങൾ രാവിലെ നിർത്തിയിട്ട് ചായ ഒക്കെ കുടിക്കുന്നത്. ആണോ? ഓ ഇവിടെ വഴി മൊത്തം പോയി കിടക്കാണല്ലോ. എനിക്ക് മഹാരാഷ്ട്രയിലെ മെയിൻ ഹൈവേകളെല്ലാം ഒഴികെ ബാക്കിയെല്ലാം വഴി ഒത്തിരി മോശമാണ്. ഉണ്ട്. അപ്പം നമ്മളിത് ഘാട്ടിറങ്ങി താഴെ വന്നു. എന്നാ പറ്റി റോഡ് ടാറിങ്ങ. പാച്ച് വർക്ക്. ടാറിങ്ങല്ല, പാച്ച് വർക്ക്. ഇതൊക്കെ സബോളയാണ് കയറി വരുന്നത് ഈ തമിഴ്നാട് വണ്ടിയിലൊക്കെ. ആ സൈഡിൽ കൂടെ വണ്ടി വന്ന് ഇതവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് പണിതുകൊണ്ടിരിക്കുക. ഘാട്ടിറങ്ങി തീർന്നില്ല കേട്ടോ, കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ അവിടെ ആയെന്ന് ഓർത്ത് പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ. നോക്കിയേ ആ സൈഡ് അങ്ങ് വരെ ബ്ലോക്കാണ് കേട്ടോ. അതിന് ബ്ലോക്ക് ചെയ്ത് നിർത്തി വെച്ച് പണിയുന്നതെന്ന് മനസ്സിലാകാതെ. ഇവിടെ വഴി തിരിച്ചു വിട്ടാൽ വണ്ടികൾ പോകില്ലേ അല്ലേ. ഓ എന്ത് വണ്ടികളാണ് അങ്ങോട്ട് നോക്കി കിടക്കുന്നത് നോക്കി. അങ്ങ് വരെ ബ്ലോക്കായി കിടക്കുക. അതുകൊണ്ടാണ് ഈ സൈഡിൽ കൂടെ അവിടുന്ന് പുറയുന്നുള്ള വണ്ടികൾ കയറി വരുന്നതാണെന്ന് തോന്നിയില്ലേ. നമുക്ക് മാർക്കറ്റിലേക്ക് അടുത്ത് കേട്ടോ. ഇവിടുന്ന് റിവേഴ്സ് എടുത്തേ അങ്ങോട്ട് പോയിട്ട് വണ്ടികൾ ഇതിലേക്ക് കയറി വരും. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ കയറുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ. അല്ല അത് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ അല്ലേ ബ്ലോക്ക്, ഇടയ്ക്കൊന്നും കട്ടിങ് ഇല്ലല്ലോ. ഇവിടെ കട്ടിങ് ഉണ്ട്, കട്ടിങ് ഉള്ളിടത്താ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ ഇറക്കം ഇറങ്ങി നമ്മൾ താഴെ വന്നില്ലേ, ഈ സൈഡിലൊക്കെ ഇതൊക്കെ ഇപ്പൊ നല്ല കടകളായി. ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ടായിരുന്നു, ചായക്കടകൾ. അപ്പൊ ഇവിടെ നിർത്തിയായിരുന്നു രാവിലെ ചായ കുടിക്കുന്നത്. അതായത് നമ്മള് പൂനെ ഔറംഗാബാദ് ആണല്ലോ നമ്മുടെ ലോറി ലൈഫ് തുടങ്ങിയ സ്ഥലം. അപ്പൊ അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മളിതേ ലോഡ് കയറ്റേണ്ട സ്ഥലത്തെത്തി. അപ്പൊ ഇതേ ഇവിടുന്ന് മാർക്കറ്റിനകത്തേക്ക് നമ്മൾ കയറുക. ഇത് അത്ര വലിയ മാർക്കറ്റൊന്നുമല്ല, ചെറിയ മാർക്കറ്റാണ്. ഇവിടെ പണ്ട് ഒരു പ്രാവശ്യം വന്ന് ലോഡ് കയറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇത് മൊത്തം ചെളിക്കുഴിയായിരുന്നു, എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഇതൊക്കെ. ഇത് എവിടെ നിന്ന് നോക്കണമല്ലോ, പാർട്ടിയെ വിളിക്ക്. ഇത് വണ്ടി തൂക്കുകയും ചെയ്യണമായിരിക്കുമല്ലോ, അതൊന്ന് ചോദിക്കണേ. കയറിപ്പോട്ടെ. ഓരോ സ്ഥലങ്ങളിലേക്കും ലോഡുകൾ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്കൊന്ന് ഇത് 2-3 സ്ഥലത്തു നിന്നെങ്കിലും മാറ്റി മാറ്റി, എന്ന് പറഞ്ഞാൽ ഓരോ ഗോഡൗണിൽ നിന്നേ മാറ്റി മാറ്റി കയറേണ്ടി വരും. ഒരിടത്ത് തന്നെ മൊത്തം ആവാൻ സാധ്യതയില്ല. ഈ കാലി വണ്ടിയും തൂക്കണം, അത് കഴിഞ്ഞ് ലോഡ് കയറ്റിയിട്ടും തൂക്കണം. കാരണം വെച്ചാൽ ഒന്ന് ഇവിടെ തൂക്കത്തിനാണ് നമുക്ക് വാടക, അത് തന്നെയല്ല ഇവർക്ക് പാർട്ടിക്ക് വെയിറ്റും അറിയണമല്ലോ എത്ര ടണ്ണ് കയറുന്നുണ്ടെന്നുള്ളത്. ഏതൊക്കെയായാലും ഇതിനകത്ത് തന്നെ വേബ്രിഡ്ജ് ഉള്ളത് നല്ല സൗകര്യം കേട്ടോ. പിന്നെ മാർക്കറ്റ്, ഉള്ളി മാർക്കറ്റുകളിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ വേബ്രിഡ്ജ് ഉണ്ട്. കയറ്റിയിട്ട് ഡ്രൈവർ ഇറങ്ങി മാറി നിൽക്കണം, എന്നാലേ വെയിറ്റ് കറക്റ്റ് ആവുള്ളല്ലോ. അപ്പോൾ കാലി വണ്ടി തൂക്കി, ഇനിയിപ്പോൾ ലോഡ് കയറ്റിയിട്ട് ലോഡ് വണ്ടിയും തൂക്കണം. ലോഡ് കയറ്റിയ വണ്ടികളും കണ്ടാവും, ഒന്ന് തൂക്കാൻ നിൽക്കുന്ന ആ വണ്ടികളൊക്കെ എല്ലാം സവോള കയറ്റുന്ന വണ്ടികളാണ് ഓരോരോ സംസ്ഥാനങ്ങളിലേക്ക്. മഹാരാഷ്ട്ര വണ്ടിയാണ് കൂടുതലും. ഇതൊരു കേരള വണ്ടിയാണ്. മെയിൻ ഡ്രൈവർ കട ഏതാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. हम हमारे आपकी वीडियो हर बार देखते हैं, लेकिन आपका लैंग्वेज हमको नहीं समझते, भी देखते हैं। फिर भी देखते हैं। मैडम के आते हैं ना गाड़ी में, हर रोज देखते हैं हम। ഓക്കെ ഓക്കെ.
मैडम आया नहीं अभी। ऐसा हाँ क्या? हाँ अभी अगले चक्कर में आएंगे हाँ, ना। अगला चक्कर आएगा। वो मेरा गाड़ी का नंबर है 7691। हाँ वो आपका गाड़ी है। हाँ ये मेरा गाड़ी है। कौन सा लाइन में चलाता है? इस बार मैं उड़ीसा छत्तीसगढ़ चल रहा था। छत्तीसगढ़ कोलकाता, हाँ वो लाइन पे। हाँ वो लाइन। हाँ हमले आता है वो 2-3 बार वो साइड है, नॉर्थ ईस्ट साइड का था। अभी अगली बार मैडम आएंगे ना। हाँ हम जरूर ओ मिलेंगे मिलेंगे ओके। अब इधर का है हाँ। अम्मानगर का? हाँ हम हाँ। इधर का ही है। हाँ ओके ओके। क्या नाम है आपका? मेरा नाम बहुसाहेब शेल्के। अभी आप फेसबुक में वीडियो दिखता है ना? हाँ, वो यूट्यूब में है, उसमें क्या है? दोनों उसमें देखते हैं। हाँ यूट्यूब में क्या है, वो मराठी मिलता है। यूट्यूब में मराठी में मिलता है। हाँ मिलते है, वो सीसी ऑन करने का मैं दिखा देंगे फोन में। सीसी ऑन करने का हाँ वो उसमें मराठी दिखते मिलता है, हिंदी मिलता है, इंग्लिश मिलता है, सब मिलता है। सब मिलता है क्या? ആ ഓ ബനാക്കി തരാം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഫേസ്ബുക്കിലാണ് കാണുന്നത്. യൂട്യൂബിലാണെങ്കിൽ CC ഓണാക്കിയാൽ ഏത് ലാംഗ്വേജും കിട്ടുമല്ലോ, അപ്പോൾ അത് റെഡിയാക്കി കൊടുക്കാം. ഓനെ ഇൻസ്റ്റാഗ്രാം. അപ്പം നമ്മൾ കയറ്റേണ്ട ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ അങ്ങോട്ട് വണ്ടി ഇടാം. നമ്മുടെ അക്കൗണ്ടിലും ഇല്ല, കയ്യിലും ഇല്ല. പാർട്ടി തൊട്ട് പൈസ തന്നിട്ടില്ല. എന്നാ ചെയ്യും? ഏത് പാർട്ടി? നമ്മുടെ ലോഡറൊക്കെ പാർട്ടി ഇതുവരെ പൈസ വന്നിട്ടില്ല. ഇട്ടില്ലേ? ഇല്ലെന്നേ. ആ ശരി. എന്നാ പറഞ്ഞു വിളിച്ചപ്പോൾ? എടുത്തില്ല. ആ അതാ നമ്മുടെ വാസ. ഇവിടെ 3-4 വണ്ടിയുണ്ട്. എല്ലാം കേരള വണ്ടികളാണ് ഉള്ളി കയറ്റുന്നത്. അതല്ലേ ഒരു കയറ്റി കഴിഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ 2 ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. നിങ്ങളെവിടെ സ്ഥലം? ഷൊർണൂർ. ഈ വണ്ടിയാ? ആ ശരി. ഞങ്ങൾ ഷൊർണൂര് 2 പേരും. പേര് ആബിദ്. ആബിദ്, മുസ്തഫ. ആ ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട് 2-3 വണ്ടി കിടക്കുന്നത്. ഞങ്ങളോർത്ത് അവിടെ കിടന്ന വണ്ടികളൊക്കെ ഉള്ളത്. ഇപ്പോൾ അവിടെ നിന്ന് ലോഡ് കയറ്റാൻ വന്നാൽ കേട്ടോ. നമ്മളിപ്പം വന്ന ഓഫീസിൽ നിന്ന് തന്നെ കിടന്നത്. രാവിലെ വന്ന അല്ലേ? ആ രാവിലെ. ആ നിങ്ങൾക്ക് ലോഡ് അങ്ങോട്ടാ? തൃശ്ശൂർ, എറണാകുളം. ആ 2 ഡെലിവറി. 2 ആ പകുതി ആയല്ലോ അല്ലേ? ആ പകുതി ആയിട്ടുള്ളൂ, ബാക്കി കയറ്റാണ്ട്. കയറ്റി വിടുമായിരിക്കും അല്ലേ? ആ അതെ, ഇവരൊക്കെ ലോഡൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. അതെ, നമ്മൾ തന്നെ കെട്ടണം. ഇപ്പം കെട്ടിത്തരാനൊന്നും ആളില്ല. ചേട്ടാ എവിടെ സ്ഥലം? ഞങ്ങൾ പാലക്കാട്. പാലക്കാടാ? വടക്കഞ്ചേരി. ഞാനോർത്ത് വണ്ടി എറണാകുളം രജിസ്ട്രേഷനാണ്. വണ്ടി എറണാകുളം വണ്ടി. ആ ചേട്ടാ മോള് നിൽക്കുന്ന ആളുടെ പേരെന്നാ? മണികണ്ഠൻ. ചേട്ടൻ്റെ പേരാ? എൻ്റെ പേര് സുരേഷ്. സുരേഷ്. 2 പേരും പാലക്കാടാണോ? 2 പേരും വടക്കഞ്ചേരി. വടക്കഞ്ചേരി. ആ ചേട്ടാ പുതിയ വണ്ടിയാണോ? പുതിയ വണ്ടി. എത്ര ട്രിപ്പായി? ഇത് ഫസ്റ്റ് ട്രിപ്പാ. ഫസ്റ്റ് ട്രിപ്പാ അല്ലേ? ആ ശരി. അതെ, ഒരു വണ്ടി ലോഡ് കയറ്റി അവർ തൂക്കാൻ വേണ്ടി പോയാൽ, അതുകൊണ്ട് പടുതായിടാത്തതെന്നു വെച്ചാൽ ഓവർ ഉണ്ടെങ്കിൽ തിരിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ് പടുതായിടാതെ കെട്ടിക്കൊണ്ട് പോയത്. ഇത് ഈ വണ്ടി ബാക്കി ലോഡ് കയറ്റാൻ വേണ്ടി പിടിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു കേരള വണ്ടിയും കൂടെ ഉണ്ട്. എവിടെ നിങ്ങൾ എവിടെയുള്ള? ഞാൻ കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി. പേര്? സിറാജ്. ഒരാളേ ഉള്ളൂ? ഒറ്റയ്ക്ക്? അല്ല, ഞങ്ങൾ 2 ആളുണ്ട്. ആ നിങ്ങൾ ഞാൻ ലോഡ് കണ്ട? ലോഡ് എറണാകുളം മാർക്കറ്റിലേക്ക്. ആ ശരി. ഇതെല്ലാം ഇവർ സ്ഥിരം ഇങ്ങോട്ട് നിങ്ങൾ? സ്ഥിരം ഇങ്ങോട്ടാ പ്ലൈവുഡ് ആയിട്ട് വരും. പൂനെക്ക് വരും. പൂനെന്ന് വന്നാൽ ഇവിടെ വന്ന ഇവിടുന്നേലും തിരിച്ചുള്ളി. അതെ റെഗുലർ. ഇതന്നെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ അയച്ചു വെച്ചേക്കുന്നത്? അത് ഒന്നുമില്ല, അതെന്തോ ചെറിയ പണി വന്നപ്പോ. പക്ഷെ ഭയങ്കര കാറ്റ്. രാത്രി നല്ല തണുപ്പല്ലേ? കാറ്റാണ്. അല്ല രാത്രി നല്ല തണുപ്പല്ലേ? ഇപ്പൊ തണുപ്പായില്ലേ? അതെ. രാത്രി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പണ്ട് ഞങ്ങൾ ഇത് ഗ്രില്ലൊക്കെ അടച്ചു വെച്ചായിരുന്നു തണുപ്പ് സമയത്ത് ഓടിക്കുന്നത്. ഇവിടെ എല്ലാം അടച്ചു വെക്കും കാറ്റ് കയറാതെ. കയറ്റിക്കഴിഞ്ഞോ? ആ കയറ്റി കഴിയാറായി. താമസിച്ച് വന്നുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതെ, ഈ ഉള്ളിയും കൊണ്ട് വരുന്ന വണ്ടികളൊക്കെ അല്ലെങ്കിൽ ചെറുവണ്ടികളുടെ തിരക്കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും താമസമുണ്ട്. വലിയ തിരക്കുള്ള മാർക്കറ്റാണെന്ന് തോന്നുന്നില്ല. വലിയ തിരക്കില്ല. പക്ഷേ പിന്നെ ഇന്ന് കയറ്റുമോ? ഇനി ഇവിടെ കിടക്കേണ്ടി വരുമോ അറിയത്തില്ല. രാത്രിയിലൊക്കെ കയറ്റും. ഇവരുടെ വണ്ടിയും ലോഡ് കയറ്റി കഴിഞ്ഞ് ഞാൻ തൂക്കാൻ പോവാം. തൂക്കിട്ടോ. ഇതുണ്ടോ വണ്ടിയുടെ സൈഡിൽ കണ്ടോ ഓരോ ഷേറ്റ് എഴുതിയേക്കുന്നുണ്ടോ? ആ സൈഡിലല്ലേ? ഇതെല്ലാം ഗോഡൗണാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇതുണ്ടോ. അപ്പുറം നെറ്റിട്ട് അത് വേറൊരു ഗോഡൗൺ. ചെറുതായിട്ട് തണുപ്പ് വീഴാൻ തുടങ്ങി. അതെ, ഒരു കടുങ്കാപ്പി ഇട്ടാൽ കുടിക്കാമായിരുന്നു. കടുങ്കാപ്പി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അതെ, കടുങ്കാപ്പി ഉള്ളല്ലേ, ചായ ഇല്ലല്ലോ. പാല് മേടിച്ചോണ്ട് വന്നാൽ ചായ ഇട്ട് വരാം. എവിടുന്ന് പോയി മേടിക്കാനാ? ഈ മാർക്കറ്റിനെ അന്ന് വെളിയിൽ ഇറങ്ങിപ്പോണം. ആ നടന്ന് ചായ കുടിക്കാൻ പോകുന്ന കാര്യം ഓർത്തിട്ടാണ് കടുങ്കാപ്പി ഇട്ടേക്കാന്ന് വെച്ചത്. ആയിക്കോട്ടെ, കടുങ്കാപ്പി. അതെ, മെയിൻ ഡ്രൈവർ കിളിക്ക് കടുങ്കാപ്പി വെച്ച് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെയുള്ള മെയിൻ ഡ്രൈവർമാരെ എവിടെയെങ്കിലും കിട്ടുമോ? അങ്ങനല്ല, ഇങ്ങനത്തെ കിളിയെ എവിടെയെങ്കിലും കിട്ടുമോ? അതെ. അതൊക്കെ ആവശ്യത്തിന് മതി കേട്ടോ. മധുരം കൂടുതൽ വേണ്ട. ഇതേ കുക്ക് ചെയ്യുന്നതൊക്കെ അറിയാം, അളവും കണക്കും ഒക്കെ വെച്ച് തരും. കുടിച്ചോളുക. അപ്പം
കടുങ്കാപ്പി റെഡി. ആ ആയിക്കോട്ടെ. അപ്പം ഒന്ന് ക്യാമറാമാന്, ഒന്ന് നമ്മുടെ ഒരു സുഹൃത്ത്, അതെ, ഫാമിലി മെമ്പറുമാണ്. അതെ, അതിപ്പം പരിചയപ്പെടുത്തിയല്ലോ. അതെ, ലോഡ് കയറ്റാൻ തുടങ്ങിയല്ലേ? രണ്ടാമത് വണ്ടി ലോഡ് കയറ്റാൻ ഇട്ടേക്കാം. ഇപ്പോൾ നമ്മളെ ലോഡ് കയറ്റാൻ അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ആൾ പറഞ്ഞു കുറച്ച് അപ്പുറത്തുനിന്നാണ് കയറ്റുന്നത്. ഉച്ച കഴിഞ്ഞ് നമ്മൾ വന്നതുകൊണ്ട് ഏതൊക്കെയാലും വലിയ തിരക്കൊന്നും ഇല്ലാതെ ലോഡ് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ലോഡ് കയറ്റി കിട്ടുമ്പോൾ ചിലപ്പം ഇത്തിരി താമസിക്കുമായിരിക്കും എന്നുള്ളൂ. മാർക്കറ്റിൽ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. മുമ്പേ കണ്ട വണ്ടി അവരുടെയും ഒന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ചേ കയറ്റിയിട്ടുള്ളൂ. ബാക്കി ഇനി കയറ്റാൻ തുടങ്ങുന്നതുള്ളൂ. ഈ വണ്ടിയൊക്കെ അതെ, ഇവിടെ ലേറ്റ് ആയാലും ലോഡ് കയറ്റി വിടുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം തമിഴ്നാട് വണ്ടികളാണ്, തമിഴ്നാട്ടിലേക്കുള്ള ലോഡുകളായിരിക്കും. പിന്നെ തമിഴ്നാട് വണ്ടി കേരളത്തിലേക്ക് ലോഡ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കേരളത്തിലേക്കും വരുന്നുണ്ട്. ഇവിടുന്ന് ലോഡ് കയറ്റി പോകുമ്പോൾ നല്ല രാത്രിയാകും കേട്ടോ, ഒരു സമയമാവും. അതെ അതെ, ഏരിയില്ല. നിങ്ങൾക്ക് എങ്ങോട്ടാ ലോഡായോ? എങ്ങോട്ടാ? എറണാകുളം. അല്ല, കയറ്റാൻ പോവാ. ശരി, വഴി ഒന്നിച്ച് പോവാം. ഓക്കെ. അപ്പം അവർക്ക് എറണാകുളം ഉണ്ടോ? അതാ മുന്നേ കിടന്ന വണ്ടി അവർ എറണാകുളം ലോഡ് നോക്കിയാണ് കിടന്നത്. അതെ. അപ്പം ആദ്യം എറണാകുളം ഇല്ലാഞ്ഞുകൊണ്ട് നമ്മളിതെടുത്തു. അപ്പോൾ അവർക്ക് എറണാകുളം കിട്ടി. അങ്ങനെയാണ് ഓരോ ലോഡും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അവരുടെ നമ്പർ മുന്നേ ആയിരുന്നോണ്ടേ. പക്ഷേ ഇന്നിപ്പം ലോഡ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ കിടക്കണം. വീണ്ടും നാളെ ഫസ്റ്റ് വണ്ടിയായിട്ട് കിടക്കാം. എന്നിട്ട് നാളെ വരുന്ന ഏതാണോ അങ്ങോട്ടുള്ള ലോഡ് കിട്ടുന്ന നല്ല ലോഡുള്ള എടുക്കാം. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ കിടക്കേണ്ടി വരും, അത്ര തന്നെ. കോ ഡ്രൈവർ ഇറങ്ങി വന്ന് ഡോറ് തുറന്നു കൊടുക്ക് ബാക്കിലെ. എന്നെ ഇട്ട് പീഡിപ്പിക്കുക, കൊച്ചിലെ ഇട്ട് പീഡിപ്പിച്ച് ഇപ്പം പ്രായമായപ്പോഴും ഇട്ട് പീഡിപ്പിക്കുക. എന്നെ ചെയ്യൂന്ന് പറ. അതെ, അതിപ്പം വിളിച്ചപ്പോഴേ മുത്തനോട് ചോദിക്കുക കൊച്ചായ പേടിപ്പിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞ എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുക ഇവിടെ. മുത്തിന് കാര്യം അറിയാം, മുത്തിന് മാത്രമേ കൊച്ചായുടെ സ്നേഹമുള്ളൂ. മുത്തിന് കാര്യം അറിയാം. പിന്നെ വേറെ ആരോ ഒരാളൂടെ വിളിച്ച് എന്തോ ചോദിച്ചെന്ന് പറഞ്ഞ കേട്ടല്ലോ. അതാരാ? അതേപോലെ തന്നെ പൊന്നും വിളിച്ചായിരുന്നല്ലോ. പൊന്നു എന്നാ ചോദിച്ചേ? പൊന്നു വിളിച്ചായിരുന്നു. പൊന്നു വിളിച്ചിട്ട് എങ്ങനെയുണ്ട് അച്ഛ, പീഡനമൊക്കെ ഉണ്ടോ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അടിപൊളി ട്രിപ്പാണെന്നൊക്കെ ചോദിച്ചോ? അതെ, ട്രിപ്പ് അടിപൊളിയാന്ന് പറഞ്ഞു. അത് വീഡിയോ കാണുന്നുണ്ടല്ലോ. വീഡിയോ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോള ലോഡ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഏതൊക്കെയാലും ചണച്ചാക്ക ഇവിടുന്ന് കുറച്ച് കയറ്റി ഇനി ഇച്ചിരി ഇപ്പുറത്തോട്ട് മാറ്റി ഇടണം. ആ പൊക്കം വരും, ആ പൊക്കത്തിൽ ഇങ്ങനെ പുറകെ വരും. നല്ലപോലെ കെട്ടണം, ഇല്ല കെട്ട് തള്ളിപ്പോയാൽ പാടാം. പിന്നെ ഈ ചണച്ചാക്ക ആയതുകൊണ്ട് അങ്ങോട്ട് ഗുണമുണ്ട്, കെട്ടിയാൽ അവിടെ ഇരുന്നോളൂ. പ്ലാസ്റ്റിക് ചാക്കാണെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോകും. ശരിക്കും ഇപ്പോൾ ഒരാൾ അവരുടെ കൂടെയുള്ള ഒരാളാണ് മുകളിൽ കയറി നിൽക്കുന്നത്. സാധാരണ വണ്ടിക്കാർ അവിടെ നിന്ന് ആ മുകളിലത്തെ ഓരോ അട്ടി വലിച്ചു വെക്കണമെന്നാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ കയറി നിന്ന് കയറ്റും, നമ്മൾ 500 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഇതൊക്കെയാണ് ലോറിക്കാരുടെ അവസ്ഥ. ലോഡ് കയറ്റുന്ന കൂലി നമ്മൾ കൊടുക്കണം, ആ കൂടെ ഇത് മുകളിലോട്ട് വലിച്ച് കയറ്റി വെക്കുന്നതിന് അതിന് 500 രൂപ എക്സ്ട്രായും കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കയറി നിന്ന് വലിച്ചോണം, വലിച്ച് കയറ്റി വയ്ക്കണം. അതെ, പിന്നെ കാരിയറിൻ്റെ താക്കോലൊക്കെ എടുത്തുണ്ടോ? ഇറങ്ങി വാ. അത് തുറന്ന് കയറെടുക്ക്. ഇതുണ്ടോ, ഓരോ അട്ടി ഇനിയും കെട്ടി വേണം, ഇല്ലെങ്കിൽ അതെല്ലാം താഴോട്ട് വരും ചിലപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഒരട്ടി കയറ്റുള്ളൂ, ഇനി അപ്പുറത്തോട്ട് ഇച്ചിരി നീക്കിയിടണം. അപ്പോൾ അത് അടുത്ത സ്ഥലത്തേക്ക് പിടിച്ചു. ഇതുണ്ടോ, മാർക്കറ്റിലെ പൊടിയുണ്ടോ, ഭയങ്കര പൊടിയാണ്. അതെ അതെ, എന്നാ പൊടിയാന്ന്. അതെന്നു വെച്ചാൽ വേനൽ സമയത്തുണ്ടല്ലോ ഇതിലും അപ്പുറം പൊടിയായിരിക്കും. അതെ, വലിയ വണ്ടി അതിലുള്ള അധികം ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര പൊടിയാണ്. അതേപോലെ ഓരോ അട്ടി കയറ്റി കഴിയുമ്പോഴും അത് കയറിട്ട് കെട്ടി മുറുക്കണം, ഇല്ലെങ്കിൽ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കുമ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചാക്കെണ്ണുന്നുണ്ടോ? തിരിച്ചോണ്ടിരുന്നാൽ പോരാ. രണ്ടട്ടി കയറ്റിയപ്പോഴും ഞാൻ താഴെ നിൽക്കുകയായിരുന്നു. അവിടെ ചെല്ലുന്നില്ല. ചാക്ക് കുറവാണെങ്കിൽ പൈസ കിട്ടിയും കേട്ടോ, ബാറ്റ കുറയും. അതെ, ചേട്ടാ ഇപ്പം വണ്ടി എടുത്തില്ലേ? അന്നേരം ഈ ലോഡ് കയറ്റുന്ന പാർട്ടി പറയാണേ, ബ്രേക്ക് പതുക്കെ ചവിട്ടാൻ പറ, പ്രാക്ടീസ് ഇല്ലാത്ത പാർട്ടിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കൂടെ ഉള്ളതാണോന്നാ ചോദിച്ചത്. അപ്പൊ കിളിയാവ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. കിളിയാന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പ്രാക്ടീസാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മൊത്തം പറയെടുപ്പാണല്ലോ. ഇതിപ്പോ 3-4ാമത്തെ സ്ഥലത്താണ് ഇപ്പൊ കൊണ്ടായിട്ട്. അത് ഉള്ളി കയറ്റാൻ മാർക്കറ്റ് ചെന്നാൽ എങ്ങനാ? ഇത് ആ വണ്ടി കണ്ടോ, അതും ഇവിടുന്ന് തന്നെ കയറ്റാനുള്ള വണ്ടിയാണ്. കാശ്മീർ ആ മാർക്കറ്റിൽ നിന്നേ ആപ്പിൾ കയറ്റുമ്പോഴും ഇതുപോലെ. അങ്ങനെ അതെ, നമ്മൾ 7ാമത്തെ സ്ഥലത്ത് വന്നു. എല്ലായിടത്തും കുറച്ച് എടുത്തെടുത്ത് വരും. എനിക്കൊന്ന് ഇനി ഇപ്പോൾ ഇവിടുന്ന് ഒരുവിധം ലോഡ് ബാക്കി ഫുള്ള് ഇവിടുന്നാണെന്ന് തോന്നുന്നു. രാത്രി ആയതുകൊണ്ട് അവർ പെട്ടെന്ന് കയറ്റുക, ധൃതി വെച്ചാൽ നിൽക്കുന്നത്, പെട്ടെന്ന് ലോഡ് കയറ്റിയിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റി തീരാറായി. 9 സ്ഥലത്ത് നിന്ന് കയറ്റി, ഇവിടം കൊണ്ട് ഫുള്ളാവുമെന്ന് തോന്നുന്നു. അപ്പം ലോഡെല്ലാം കയറ്റി തീർന്നു. അകത്തൊരു
ലെയർ കെട്ടുകയും ചെയ്തു. അപ്പോൾ ഇനി തൂക്കേച്ച് തിരിച്ചു വന്ന് വേണം ബില്ല് മേടിക്കാൻ. പൊടിയിൽ കുളിച്ചു. ഇനി ഇതെല്ലാം പടുതലായിട്ട് കെട്ടി ഒന്ന് കുളിച്ചാലേ ഒരു സുഖം വരുള്ളൂ. $36,540. അതെ, എന്നാ പിന്നെ അംഗം തുടങ്ങിയേക്കാം. അതെ, ആ ഗ്ലൗസ് ഇട്ടേക്കാം. എന്നാന്നോ, ആ ഒത്തിരി നാളായി വന്ധ്യ വന്ന് കയറൊക്കെ കെട്ടിയിട്ട്. ആ ഇല്ല, കൈ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഇട്ടോ, ഗ്ലൗസ് ഇട്ടേക്കാം. ആ ഇട്ടോ ഇട്ടോ. ഒരു കാര്യം ചെയ്യും, 2 എനിക്കും എടുത്ത് വെച്ചാരെ. ചേട്ടായിക്ക് എന്തിനാ അത്? കയ്യെ തഴമ്പ് കാണുമല്ലോ. ഓ, ചെറിയ തഴമ്പേ ഉള്ളൂ. അത് തന്നെയല്ല, അകത്തിപ്പോൾ ഇത്രയും വലിച്ചു കെട്ടിയില്ലേ, അപ്പോൾ തന്നെ ചെറിയ കൈക്ക് വേദനയുണ്ട്. അല്ല, എല്ലാ ട്രിപ്പും ഒന്നും കെട്ടുന്നില്ലോ. ആളുണ്ടെങ്കിൽ ആരെ കൊണ്ട് പോയാലും കെട്ടിക്കല്ലേ. പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ച് പോയാൽ കെട്ടാൻ ആരും കാണുകയില്ല. മിക്കവാറും തന്നെ കെട്ടേണ്ടി വരും. ആളെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യാത്ത പണിയൊന്നുമല്ലല്ലോ. അതെ, അതുകൊണ്ട് നമുക്കൊരു വിഷയമല്ല, നമ്മൾ കിട്ടും. 2 പേര് വന്നിട്ട് പടുതായി വിട്ട് കയറ് വിട്ട് ഫുള്ള് കെട്ടി തരികയാണെങ്കിൽ ഓക്കെ. അതെ, ഇത് അങ്ങനെ അല്ലല്ലോ. ഇവർ കെട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരാൾ താഴെ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മുകളിൽ നിൽക്കും, നമ്മൾ താഴെ നിന്ന് കെട്ടി കൊടുക്കണം. അപ്പം അതിലും ഭേദം നമുക്ക് കെട്ടിയാൽ പോരെ. നമുക്ക് കെട്ടിയാൽ പോരെ. ആ അതെ, പുറകെ എത്തുമെന്ന് നോക്കണ്ട, അവിടെ കൂടുതലാണ് അങ്ങനെ നോക്കണ്ടേ. കൂടുതലായിരിക്കും. അതേ പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് വലിക്കണ്ട. കുറച്ചുകൂടി ഇങ്ങോട്ട് വലിക്കാം. താത്തിടുന്നതിന് മുമ്പാണ് എളുപ്പമുണ്ട്. അതെ, അത് ഇട്ട് കഴിഞ്ഞാൽ വലിക്കാൻ പാടാ. അല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വലിച്ചിട്ട് മതി. എന്നാന്നോ, ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അധികം ഇറങ്ങാനില്ലല്ലോ. പെട്ടെന്നിട്. പിന്നെ ഇതല്ലേ വെള്ളമാ, ഇതെല്ലാം അതിലോണായിട്ട് തെന്നും. ആ, നനഞ്ഞല്ലേ. നനഞ്ഞിട്ട് പണ്ട് എന്നെ പീഡിപ്പിച്ച് ഓർത്തില്ലല്ലേ ഇതുപോലെ പണി കിട്ടുമെന്ന്. ഏതാ എന്നാ പണ്ട് എന്നെ പീഡിപ്പിച്ചപ്പോഴേ ഇതുപോലെ പണി കിട്ടുമെന്ന് ഓർത്തില്ല. അതെ അതെ, ഇതാ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. അതെ, ഈ സൈഡ് ചാലോടെ ഇങ്ങോട്ട്. ചാലോടെ ഇങ്ങോട്ട്. ആ, അത് ഡബിളാക്കാനാ, മോളിൽ മാത്രമേ കാണുള്ളൂ. ടൈറ്റ് ചെയ്തോ. ഏതാ? ആ, ഇത് ആ ടൈറ്റ്. ഏതാ വലിക്കണ്ടേ? ഇത് ആ ടൈറ്റ്. ഒരു മിനിറ്റ്, വലിക്കില്ലേ. ആ വലിച്ചോ. ആ വലിക്കട്ടെ. ആ വലിയുന്നില്ല, അങ്ങോട്ട് ആഞ്ഞു വലിച്ചേ. ചുറ്റണോ? വേണ്ട. ഒന്നുകൂടെ വലി. വലിക്കാം. ഇതെയോ? ഒന്നുകൂടെ പറഞ്ഞില്ലേ. നിൽക്ക് ടൈറ്റ് ആക്കി. ആ അടിച്ചോ. ആ, അവിടെ കെട്ടിക്കോ. ആ, ലൂസ്. വലിച്ചേ. ഒന്ന് വിട്ടിരണോ? ഇവിടെ പോയി പൊക്കമില്ലല്ലോ, അത് കുഴപ്പമില്ല. ആ, അപ്പുറത്തെ വണ്ടിയേ ലോഡ് കൊണ്ട് തൂക്കി കഴിഞ്ഞപ്പോൾ കൂടുതലാക്കി വെയിറ്റ്. ഇവിടെ കൊണ്ട് ഇറക്കി. അപ്പം കയറ്റിയതിൻ്റെ കൂലിയും വണ്ടിക്കാരൻ കൊടുക്കണം, ഇറക്കിയതിൻ്റെ പൈസയും ചോദിച്ചോണ്ടാണ് ഇവിടെ തർക്കം. എങ്ങനെയുണ്ട്? അവർക്ക് വെയിറ്റ് അറിയാം, ഒരു ചാക്ക് എത്രയാണെന്ന് അറിയാം, എന്നിട്ട് കൂടുതൽ കയറ്റി വെച്ച്. ഇതൊക്കെയാണ് അവസ്ഥ. അതെ, കയറെല്ലാം നല്ലോണം കെട്ടി വെച്ച് കാരിയർ അടച്ചിട്ട് ഇറങ്ങി പോരും കേട്ടോ. പിന്നെ അടച്ചേക്കാൻ താക്കോലിങ്ങ് എടുത്തു. അതിൻ്റെ താക്കോൽ അതേ കാണും. അപ്പം വലിയൊരു പണി കഴിഞ്ഞു. പടുത എല്ലാമായിട്ട് കെട്ടി. കുറേ സമയം എടുത്തു, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കെട്ടി. പിന്നെ കുറച്ച് ഓടുമ്പോൾ എന്നാണെങ്കിലും കെട്ടി ലൂസാവും. അതെ, സമയം 11:30 അല്ലേ? ആ, പോയേക്കാം. എടുത്തേക്കുന്നില്ലേ? എനിക്കധികം വിശക്കുന്നില്ല. അത്രയ്ക്ക് ഉച്ചയ്ക്ക് ആ റൊട്ടിയും ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ട്. അതെ, നീ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലും ചെയ്യാം. അതെ, എന്നാ പോയേക്കാം. സ്റ്റാർട്ട് ചെയ്തോ. അപ്പം സവാള ലോഡുമായിട്ട് നാട്ടിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങിയാണ്. ഇവിടെയൊക്കെ കയറ്റി കഴിയുന്നേ ഉള്ളൂ. ഇനി പടുതായിടണം. ഈ വണ്ടി അതെ കയറ്റി കഴിഞ്ഞ് പടുതായിടാനുള്ള പരിപാടികളൊക്കെ. റൈറ്റിലേക്ക് പോട്ടെ. ഇടത്തോട്ട് പോയാൽ ഔറംഗാബാദ്. പോണോ? ഔറംഗാബാദ് വേണ്ട, നമുക്ക് പൂന വേണ്ട, അഹമ്മദ്നഗർ. റൈറ്റോട്ട് പോട്ടെ. ഇപ്പോഴേ 12 മണിയായി. ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ഓടിക്കാം. ഞാൻ കുറച്ച് കിടക്കാം. കിടന്നുറങ്ങിക്കോ. ഇങ്ങോട്ട് വന്ന പോലെ അല്ല ഇത്. ഇപ്പോൾ സവാള ആയതുകൊണ്ട്
സമയം കളയാതെ പോകണം. പോകണം. നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചാൽ ഇന്ന് വൈകിട്ടൊന്നും കഴിക്കണ്ടല്ലേ? വേണ്ട, ചായ കുടിച്ചിട്ട് പോയേക്കാം. എന്നാ ഒരു ലോക്ക് ചെയ്തിട്ട് വരാം. എന്തെങ്കിലും കഴിക്കാൻ വേണോ? എന്നാലും ചെറുതായിട്ട് കഴിക്കാം. കപ്പ് കേക്ക് ഉണ്ട്, വേണോ? കപ്പ് കേക്കോ അല്ല എൻ്റെ വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലും എടുക്കും. ഇത് കണ്ടോ, പലതരം പപ്പടങ്ങളാണ്. അതെല്ലാം പാപ്പടാ. ഓ, ഇതെന്നാ പപ്പടം? അത് മസാല പപ്പടം. ഇത് മറ്റേ റാഗിയുടെ പപ്പടമാണോ? അങ്ങനെ കണ്ട് ഇന്നാൾ ഗുജറാത്തിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. അതൊക്കെ മെയിൻ ഡ്രൈവർ ഓർത്തിരിക്കുള്ളൂ, ഞാൻ മറന്നുപോയി. ഇതെല്ലാം അങ്ങനെയുള്ള സാധനങ്ങളാണ്. നല്ല വെറൈറ്റി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ നമുക്ക് ചിലതിൻ്റെ ടേസ്റ്റ് പിടിക്കുകയില്ല. വേണേ ഒരു പാപ്പടം ഒരു കവർ മേടിച്ചോണ്ട് പോകാം കേട്ടോ. ആണോ? നോക്കിയിട്ട് വല്ല കൊള്ളാമെന്നോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എള്ളുണ്ട ഉണ്ട്. എള്ളുണ്ട ഒരെണ്ണം മേടിച്ച് വെക്കാം. നമുക്ക് ഉറക്കം വരുമ്പോൾ ഒരെണ്ണം ഇട്ട് വായിലിട്ട് അതെ കഴിച്ചോണ്ടിരിക്കാം. നാരങ്ങ മിഠായി ഉണ്ട്, അത് ഒരെണ്ണം മേടിച്ച് വെക്കാം. അപ്പോൾ അതെ, നമ്മൾ 2 കോഫിയാണ് പറഞ്ഞത്. കോഫി വന്നിട്ടുണ്ട്. അപ്പോഴേ ഈ മറ്റേ വണ്ടി 2 അജീഷിൻ്റെയും ആകാശിൻ്റെയും വണ്ടിയോ ഇറക്കിയോ? മറ്റേ 2 വണ്ടിയിൽ അജീഷിന്റെ വണ്ടി ഇറക്കി, ആകാശിന്റെ വണ്ടി ഇറക്കിയിട്ടില്ല. നാളെ ഇറക്കുള്ളൂ. അതാ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നതിൻ്റെ തലേദിവസം ഇറക്കേണ്ട വണ്ടിയാണ് അത്. അതെ, അത് നമ്മൾ ഇന്നലെ ഇറക്കി, ഇന്നലെ ലോഡ് കയറ്റി. അപ്പം ഇന്നലെ ഒരു ദിവസം വഴി കിടന്നു, ഇന്നും ഇറക്കിയില്ല, ഇനി നാളെ. അതൊക്കെ ഓരോ കാര്യം. അജീഷിന്റെ വണ്ടി ഇറക്കിയിട്ടില്ലേ? അജീഷിന്റെ വണ്ടി ഇറക്കി ലോഡ് കയറ്റാൻ പോയി. നാളെ തന്നെ ആവുള്ളൂ. പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോന്നപ്പം 4 വണ്ടി ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് വന്നാ. അതെ, പക്ഷേ ചായ മുന്നേ പോയി. അത് നേരത്തെ കയറ്റി കിട്ടി. അത് നേരത്തെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് നിന്നൊന്നുമില്ല, എന്നിട്ട് പോയി. അതെ, എന്നിട്ട് കൊണ്ടായി. അപ്പം ചായ ഒരു ദിവസം ഇറക്കി, ഇറക്കി അന്ന് തന്നെ തിരിച്ച് അവൻ ലോഡും കയറ്റി. അപ്പോൾ അവൻ തിരിച്ചു പോയി. തിരിച്ച് നാട്ടിൽ ചെന്ന് ചായി. നാട്ടിൽ ചെന്നോ? നാട്ടിൽ ചെന്നു. നമ്മൾ പതുക്കെയൊക്കെ വന്നോണ്ട് നമ്മളിപ്പം തിരിച്ചു ഇവിടുന്ന് പോകുന്നുള്ളൂ. മറ്റ് 2 വണ്ടിയിൽ അജീഷ് ഇപ്പം നാളെ ലോഡ് കയറ്റും. പക്ഷേ മിക്കവാറും ആകാശ് നാളെ ലോഡ് ഇറക്കിയിട്ട് നാളെ കഴിഞ്ഞ് ആകാശിന് ലോഡാവാൻ സാധ്യതയുള്ളൂ. അതെ, അപ്പം ഒരുമിച്ച് ഇതെല്ലാം ഇറക്കി ലോഡായിരുന്നെങ്കിൽ ഒരുമിച്ച് പോകായിരുന്നു. അതെ, ഒരുമിച്ച് വന്ന വണ്ടികളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയാണ് വണ്ടിക്കാരുടെ അവസ്ഥ. വണ്ടിപ്പണി ഇങ്ങനെയാണ്. അതെ അതെ, നമ്മുടെ ലോഡ് ഇറക്കിയ പാർട്ടി നമ്മൾ ഒരു ദിവസം വരാൻ താമസിച്ചെന്നും പറഞ്ഞ പുള്ളി എന്നാ വിളിയായിരുന്നു. ഇവിടെ സാധനമില്ല, അത്യാവശ്യമാണ്, നിങ്ങൾ വാ എന്നും പറഞ്ഞ് രാത്രി വന്ന് ഇറക്കാന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടെ വന്നു, ലോഡ് ഇറക്കി. വണ്ടി സ്പോട്ടിൽ വന്നേ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പിന്നെ ലോഡ് ഇറക്കി പോരാൻ നേരം ഒരു പ്രാവശ്യം എടുത്തല്ലേ. അപ്പോൾ പറഞ്ഞു ഇന്ന് ഇല്ല, വാടക നാളെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ഇന്ന് വിളിച്ചിട്ടും എടുത്തിട്ടില്ല, പൈസ ഇട്ടിട്ടില്ല. അപ്പം നാട്ടിലുള്ള ആളെ വിളിച്ചപ്പം അത് കുഴപ്പമില്ല, നല്ല പാർട്ടി, നാളെ ഇട്ടുള്ളൂ. അപ്പം ഇങ്ങനാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഒരു പൈസ പോലും തന്നില്ലെന്ന് ഓർക്കണം. 1 രൂപ പൈസ വേണോ, കൈ പൈസ ഉണ്ടോ, എന്തേലും വേണോ, ഒന്നുമില്ല. ഇറക്കാൻ ചെന്നിടത്ത് അവിടുത്തെ അവരുടെ ഒരു പണിക്കാരുണ്ട്, വേറെ ആരുമില്ല. അവിടെ ഒരു ഓഫീസും ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് അവർക്ക് പിന്നെ ചായക്കാശ് കൂടെ കൊടുക്കേണ്ടത്. കയ്യിൽ നിന്ന് കൊടുത്തിട്ടാ. അതെ, പണിക്കാർ ചായക്കാശ് ചോദിച്ചു, പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തു. അതിപ്പോ അവര് പണിതിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്ന മോശം. പണിതിട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടില്ല, അവർക്ക് ഓർഡർ ഇറക്കിയത്. അതെ, അത് ശരിയാ, നമ്മുടെ മനസാക്ഷിക്ക് പിന്നെ കൊടുത്തു. അങ്ങനല്ല, വണ്ടിക്കാരന് ഇങ്ങോട്ട് ചായക്കാശ് തരേണ്ടതാ. അതെ, അതെങ്ങനെ അവിടുത്തെ പണിക്കാർക്ക് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇപ്പൊ ഇതെല്ലാം നേരെ തിരിച്ചാ. അതെ, ഇപ്പൊ അവിടെ നമ്മൾ ഈ ലോഡ് കയറ്റിയാൻ അതേപോലെ തന്നെ 4500 രൂപ ലോഡിങ് കൂലി, 500 രൂപ ആ മുകളിലത്തെ ഒരാൾ അവിടെ നിന്നില്ലേ, എന്നിട്ട് അത് വലിച്ചു കയറ്റി വെക്കുന്നതിന് 500 രൂപ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മുകളിൽ വലിച്ചു കയറ്റി വെക്കണം. അപ്പം പിന്നെ 400 രൂപ ബില്ലിന്റെ പൈസ. അപ്പം 5400 രൂപ നിലവിൽ ഈ വണ്ടി ലോഡ് കയറ്റിയാന് ചെലവാ. അവിടെ തൂക്കക്കാശ് 150 രൂപ. ഇത്തരം പൈസ ചെലവാണ്. പിന്നെ കമ്മീഷൻ ഒരു 1500 രൂപയായി. അപ്പൊ എത്രയായി? 5550 750 രൂപ നിലവിൽ ഇവിടെ ചെലവായി ഈ വണ്ടി ലോഡ് കയറ്റിയാണ്. കമ്മീഷൻ 1500 പോട്ടെ, കമ്മീഷൻ കൊടുക്കാതെ ഇപ്പം ഓഫീസുകാരന് ലോഡ് തരികയല്ലോ. പക്ഷെ ഇതാണ്. അപ്പൊ ഇതിന്റെ ഇനി നാട്ടിൽ ഇറക്കുന്നിടത്ത് ഒരു 3500-4000 രൂപ ഇതിന് അൺലോഡിങ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഓരോ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടു. അതിലൂടെ ചായക്കാശും ഉണ്ട് വേറെ. ചായക്കാശും മറിക്കാശും എല്ലാം. ഇതാണ് ലോറി പരിപാടി. ഇപ്പം നമ്മൾ കെട്ടിത്തീരാറായപ്പോൾ പുറകെ ഒരു 14 വീല് വണ്ടി, വെസ്റ്റ് ബംഗാൾ വണ്ടിയായിരുന്നു. അവർ ലോഡ് കയറ്റിയപ്പോൾ ആ വണ്ടിയിൽ ഈ ലോഡ് കയറ്റി വിടുന്ന പാർട്ടിക്ക് ഇതിൻ്റെ വെയിറ്റ് അറിയാം.
കൂടുതൽ കയറ്റി. അപ്പം നമ്മളെ പാർട്ടി നല്ല പാർട്ടിയായിരുന്നു കേട്ടോ. ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു കറക്റ്റ് 25 ടണ്ണ് മതി, അല്ലെങ്കിൽ 25,500 കയറ്റും. ഈ 25,500 കയറ്റുമ്പോഴും നമുക്ക് വാടക 25 ടണ്ണിൻ്റെ തരത്തുള്ളൂ. നമ്മളിപ്പോൾ 25 കയറ്റിയത്, 24 ടണ്ണിൻ്റെ വാടകയെ തരുള്ളൂ. പക്ഷേ ലോഡിങ് കൂലി 25 കയറ്റിയെങ്കിൽ 25-യുടെയും കൊടുക്കണം, 25 കയറ്റിയെങ്കിൽ 25-ൻ്റെയും ലോഡിങ് കൂലി കൊടുക്കണം. അത് വണ്ടിക്കാരനത് കൊടുക്കാൻ വാടക ഇത്രേ തരുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു 25 ടണ്ണ് മതിയെന്ന് പറഞ്ഞു. അപ്പം 500 കുറച്ച് വാടകയുള്ളൂ. അതൊക്കെ ഓക്കെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് കറക്റ്റ് അവർ കയറ്റിയുള്ളൂ. നമുക്ക് കറക്റ്റ് 25 ടണ്ണേ ഉള്ളൂ, ഓവർലോഡ് ഒന്നുമില്ല, പാസിംഗ് ലോഡേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പം പറഞ്ഞു വന്നേ, ആ ബംഗാൾ വണ്ടി ലോഡ് കയറ്റിപ്പോയി തൂക്കിയപ്പം വെയിറ്റ് കൂടുതലാണ്. അപ്പം തിരിച്ചു കൊണ്ട് ഇറക്കുക. തിരിച്ചിറക്കി കഴിഞ്ഞിട്ട് കൂലിയുടെ കണക്ക് പറയുന്നത് കേട്ടാ, പണിക്കാരൻ ഡ്രൈവറോട് പറയുന്നത് കേട്ടതാ. അപ്പം പൈസയുടെ കണക്ക് റെഡിയാവുന്നില്ല. അപ്പം പണിക്കാർ പറഞ്ഞു കയറ്റിയതിന് ഇത്ര രൂപ, ഇവിടെ കൊണ്ട് ഇതാ ഇറക്കിയതിൻ്റെ ഇത്രയും രൂപയും കൂടെ ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വണ്ടിക്കാരൻ എന്തിനാ കൊടുക്കുന്നത്? പാറ്റ് വേണ്ട കൊടുക്കാൻ. ഇതാണ് വണ്ടി. അതെല്ലാം എന്നാ സംഭവിച്ചാലും വണ്ടിക്കാരൻ. ഇനി നമ്മൾ ഇത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് നമ്മൾ നാട്ടിൽ കൊണ്ട് കൊടുത്തു. ഈ ശകലം വെള്ളം വീഴുവോ അതൊക്കെ നാളെ പറയാം കേട്ടോ. ഇല്ലെങ്കിൽ നാളെ ഒത്തിരി കഥ ഉണ്ട് അതിനെക്കുറിച്ച് പറയാൻ. നാളെ ആയിക്കോട്ടെ. നമ്മൾ ഘാട്ട് കയറാൻ തുടങ്ങിയായിരുന്നു, കുറച്ച് നേരമായി. ഘാട്ട് മൊത്തം പോയി കിടക്കുക വഴി. അതെ, ഞാൻ ആദ്യമേ ലോറി ജീവിതം തുടങ്ങിയ ഈ പൂനെ ഔറംഗാബാദ് റൂട്ടിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആദ്യമായിട്ട് ഘാട്ട് ഓടിക്കുന്നത് ഈ ഘാട്ടാണ്, ഈ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഔറംഗാബാദിൽ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കാക്കി ഇരുന്നേ ചോദിച്ച് ഈ ലോഡും കഴിച്ച് ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കൊടുത്ത് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീലുണ്ടല്ലോ, ഇപ്പോഴും അത് മറക്കാൻ പറ്റത്തില്ല. ഇതുണ്ടോ വഴി കിടക്കുന്നുണ്ടോ എങ്ങനെയാന്ന്? ഇത് വലിയൊരു ഘാട്ടാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ മൊത്തം വഴി പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുക. ഈ ട്രെയിലറൊക്കെ ഇത്രയും ലോഡും വെച്ച് ഇതുപോലെ ഈ മോശം വഴിക്ക് കയറിപ്പോവാൻ ഞാൻ പാടാ. ഭാരത് മനസ്സിൽ പോയപ്പോഴേ ആ ടെസ്റ്റ് ട്രാക്ക് ഇല്ലായിരുന്നോ എന്ന് പറഞ്ഞ പോലെ ഇതേ ഇവിടെ കിടക്കുന്നു. എന്നാ പിന്നെ തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കിടന്നോ? കയറി കിടന്നേക്കാം, തണുപ്പുണ്ട്. രാവിലെ കേട്ടോ. വിളിച്ചേക്കാം. എവിടെ വരെ പോകും നോക്കട്ടെ. അപ്പം ഗുഡ് നൈറ്റ്. ഓക്കെ.